ഹലോ ഗായ്സ്, രാവിലെ തന്നെ തറവാട്ടിൽ നിന്ന് കോള് വരികയാണ്. വേറെ ഒന്നല്ല, ഇന്നലെ രാത്രി നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ വെട്ടി ചൂണ്ടിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നലെ കുറെ നേരം ശ്രമിച്ചെങ്കിലും മഴയും അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ലപോലെ കൂടിയിട്ടുള്ളത് കാരണം നമ്മൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അതല്ല ഗായ്സ്, നമ്മൾ ഇന്നലെ വെട്ടി ചൂണ്ടി ഇട്ടിട്ട് വന്നത് കൊണ്ട് രാവിലെ തന്നെ അതിൽ വരാലടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കോള് വരികയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ധൃതി പിടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിലുള്ള വലിയൊരു വരാലുണ്ടായിരുന്നില്ലേ, ആ വരാലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഉറപ്പൊക്കെ മതിയാക്കിട്ട് എണീച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇതിപ്പോ 10ാമത്തെ ദിവസമാണ് നമ്മൾ വരാല് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇന്നും മീൻ പിടിക്കണമെന്നാ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ വലിയ വരാലിനെ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല വെട്ടി ചൂണ്ടിയിൽ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മളിപ്പോ ഈ മീനിനെ കാണുമ്പോഴില്ലേ, നമ്മൾക്ക് അതിന്റെ ആവേശം അങ്ങോട്ട് കൂടും. ആ ഒരു ആവേശമാണ് എനിക്ക് കൂട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല ഞാൻ ഒരു 2 ദിവസമൊക്കെ ആയപ്പോ ഞാൻ നിർത്തിയതായിരുന്നു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല വരാല് പിടിക്കാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷെ എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ ടിപ്സ് പറഞ്ഞിട്ട്. ആ ഒരു മോട്ടിവേഷൻ ആണ് ഗൈസ്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ കിണറിലോ വരാല് പിടിച്ചിരിക്കുന്നത്. സോ നമ്മളെ കിണറിലുള്ള ആ വലിയ വരാലിനെയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. ഇനി എനിക്ക് അവിടെ പോയാൽ മാത്രമേ വരാലിനെ ഇങ്ങനെ എടുത്തിട്ട് എന്റെ കയ്യിന്റെ ഒക്കെ അളവെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറെ ദിവസമായി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട്. അതുമാത്രമല്ല ഈ കമന്റ്സിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് സ്ലിംഗ് ഷോട്ട് അടക്കം മേടിച്ചിട്ടുള്ളത്. സോ സ്ലിംഗ് ഷോട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ആ വരാലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് തന്നെ ഭയങ്കര വലിയ സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഇനി അവിടെ പോയാലാണ് ഗായ്സ്, അവിടെ എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കണം കേട്ടോ. കണ്ട ഇത്രയുണ്ട്, നോക്ക് എന്റെ കയ്യ്, തലയെ കൈ ഫുള്ളുണ്ട്. അതിന് വായ എടുക്കട്ടെ, പാവം പോലെ മുറുക്കി പിടിച്ചോ, അല്ലെങ്കിൽ അവൻ തലേമ പിടിക്കും പോലെ ഇല്ലാട്ടോ. ഇത് നോക്ക്, നല്ല തടിയുണ്ട്, വഴുക്കലും കണ്ടോ ഗായ്സ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും വലിയ വരാലായിരിക്കുന്നു. കാരണം കിണറ്റിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എന്റെ കിളി പോയിന്ന് പറയാലോ, അത്രയ്ക്കും വലുത് കേട്ടോ. എന്റെ ഒരു കൈ കൊണ്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും തടിയും നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. സോ എന്തൊരു ഭാഗ്യമാണല്ലേ, നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, നമ്മളെ ഡെയിലി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നാട്ടുകാർക്ക് നോക്കായിരുന്നു കേട്ടോ, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ പറഞ്ഞിട്ട്. പക്ഷെ അവർക്കുള്ള ഒരു മറുപടിയാണ് ഗൈസ്, കണ്ടോ നമ്മളെ പ്രയത്നിച്ചത് കൊണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. കാരണം കമന്റ്സിൽ അത്രയ്ക്കും സപ്പോർട്ടാണ്, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അവനെ പൊക്കിയിട്ടുണ്ട്. ഇത്രയും വലുതാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ വരാലിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നേരിട്ട് ഇത്രയും വലിയ വരാലിനെ കാണുന്നത്. കണ്ടോ അവന്റെ പല്ലൊക്കെ നല്ല ഷാർപ്പാണ്, നമ്മുടെ ഈരയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ. എന്തായാലും നമ്മൾ ഈ ബക്കറ്റിൽ ഇട്ടപ്പോ തന്നെ ഇതേ കണ്ടോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇവൻ ഇതിൽ ഇടാൻ പറ്റില്ല, നമ്മള് കറി വെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവനെ വലിയ ടാങ്കിലിട്ട് കുറേ കാലം വളർത്താനാണ് ഗായ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ തറവാട്ടിലുള്ള വലിയൊരു ടാങ്കിൽ നമ്മൾ അവനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗായ്സ് നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്രയ്ക്കും വലിയ വരാലായിരുന്നു എന്ന്? ഞാനും വിചാരിച്ചില്ല കേട്ടോ. ഇത് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗായ്സ് നമ്മൾ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് വെറുതെ ഒന്ന് ചൂണ്ടിടാന്ന് വിചാരിച്ചിട്ടോ. കാരണം ഒരു വരാലും കൂടി കാണേണ്ടതാണ്. ഇനിയിപ്പോൾ എങ്ങാനും അവനെ കിട്ടിയാലോ. അപ്പോൾ നമ്മൾ പരൽമീൻ കോർത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ എപ്പോഴും ഉദ്ദേശിച്ച മീൻ എപ്പോഴും അവിടെ വരാറ്. അവനെ നമ്മൾ പിടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഏത് ലൊക്കേഷനിലാണ് വേറെ മീനുകളൊക്കെ വരുന്നറിയില്ല കേട്ടോ. നമുക്ക് ഇവിടെ എന്തായാലും ഇട്ട് നോക്കാം. അവിടെ തന്നെ ഉണ്ട്, നല്ല നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ് ഉച്ച വീണ് നോക്ക്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിങ്ങനെ ഉച്ച വീണത് കാണണത്. അയ്യോ ഇനി 2 കൊമ്പൊക്കെ ഉണ്ടല്ലേ, നോക്ക് പോണത്. പുഴു പോലെ ഉണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഓ പതുക്കെ എഴിയണവൻ. ഇത് കടിക്കൂ? മേലെ 2 കൊമ്പ്, താഴെ 2 കൊമ്പുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ കുറച്ചു നേരം കൂടി കിണറ്റിൽ ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കാര്യമായിട്ട് കൊത്തുന്നുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾക്ക് വലിയ വരാലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും കാലം നമ്മൾ പ്രയത്നിച്ച പ്രയത്നമൊന്നും വെറുതെ ആയില്ല കേട്ടോ. അപ്പോ 10 ദിവസത്തിന് മേലെ നമ്മൾ ആ വരാല് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്. അപ്പൊ കമന്റിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ട്രൈ ചെയ്തത്. അതെന്താണെന്ന് പറയില്ല കേട്ടോ. അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക്
അത്രയും വലിയ വരാല് കിട്ടിയത്, അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. തറവാട്ടിനാണ് നമ്മൾ രാവിലെ പോയിട്ട് ചൂണ്ട എടുത്തത്. ആ ചൂണ്ട എടുക്കുമ്പോ തന്നെ ചൂണ്ടയൊക്കെ പൊട്ടി അത്രയും നല്ല വെയിറ്റിലായിരുന്നു കേട്ടോ. കാരണം നമ്മളെ കുളത്തുനിന്ന് വലിച്ചിങ്ങനെ കയറ്റല്ലോ, നമ്മളെ കിണറ്റിന്ന് ഇങ്ങനെ ആഴത്തുനിന്ന് എടുക്കുമ്പോ അത്രയും വെയിറ്റ് ആണ് അതിലേക്ക് വരുന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ കിണറ്റിലെ വരാൽ പിടുത്തം എന്ന സീരീസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി ഗൈസ്. കാരണം എന്താ അറിയോ, എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിണറുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തൊരു കുളം ഉണ്ട് കേട്ടോ. അതില് മലിഞ്ഞി പറഞ്ഞിട്ട് മീനില്ലേ, അത് വലുത് പോലത്തെ അതാണ് തോന്നുന്നു. എന്തായാലും ആ മീൻ ആ കുളത്തിലുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് പിടിക്കാനൊക്കെ പറ്റും. കോഴിക്കോടിലൊക്കെ യൂസ് ചെയ്ത ആ മീനിനെ പിടിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത് തന്നെ നമ്മള് ആ വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.